ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇത്തിരി ബിസിയാണ് കേട്ടോ. എൻ്റെ തയ്യൽ മെഷീൻ കുറച്ച് ദിവസമായി ഒരു അനക്കവും കൂടാതെ ഇങ്ങനെ മേശപ്പുറത്ത് ഇരിക്കാൻ തുടങ്ങി. വീട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിൽ തൊട്ടിട്ട് പോലുമില്ല. ഭംഗിക്ക് വേണ്ടി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചെന്നല്ലാണ്ട് ഇതുവരെ അതിൻ്റെ പൊടി പോലും തട്ടി നോക്കിയിട്ടില്ല. അപ്പോൾ അതിൽ നിറച്ച് പൊടിയൊക്കെ ആയി. ഞാൻ ആ പൊടിയൊക്കെ തട്ടി മാറ്റി ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് ഓർത്തു. സത്യം പറഞ്ഞാൽ തയ്യൽ മെഷീൻ്റെ ABCD പോലും അറിയാൻ പാടില്ലാത്ത എനിക്ക് ചേട്ടൻ മേടിച്ച് തന്നതാണ് ഈ സാധനം കേട്ടോ. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഞാൻ ആകെ കണ്ടിട്ടുള്ളത് പണ്ടത്തെ തയ്യൽ മെഷീനാണ്. ഇതൊക്കെ വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തയ്ക്കാൻ പോകുമ്പോഴൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതല്ലാണ്ട് ഇത് തൊട്ടിട്ട് പോലുമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്ത് ഡ്രസ്സെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊന്ന് ഷേപ്പ് ചെയ്യാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റെഡിമെയ്ഡ് ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് വേറൊരു സ്ഥലത്ത് പോയി ഷേപ്പ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണ്ടത്തെ പോലെ തയ്യൽക്കാരെ ഒന്നും അടുത്ത് കിട്ടാനില്ല. വലിയ പാടാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സ് മേടിച്ചാൽ ഒന്നാമത് കറക്റ്റ് സൈസിനുള്ളതൊന്നും കിട്ടില്ല. അത് രണ്ടാമത്തെ പ്രശ്നം. പിന്നെ എൻ്റെ ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ ഒരാളെൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നും അറിയില്ലെങ്കിൽ എന്നോട് ചെയ്യുന്ന പുള്ളി പറയണേ. എനിക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ മേടിച്ച് തരുന്നത് കേട്ടോ. പക്ഷേ എൻ്റെ എൻ്റർടൈൻമെൻറ്റിന് എൻ്റെ കൂടെ തന്നെ 2 പേരുണ്ടല്ലോ, വാല് പോലെ. അവരുടെ കാര്യം നോക്കിയിട്ടാണ് എനിക്കൊന്നിനും സമയം തികയുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ. അമ്മമാരായിട്ടുള്ളവർക്കത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അമ്മച്ചിയുടെ നൈറ്റിയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അമ്മച്ചിയുടെ ഒരു നൈറ്റ് കൈ വെട്ടി തയ്ക്കാനുണ്ട്. അപ്പോൾ അമ്മച്ചിനെ കൊണ്ട് തന്നെ അളവ് എഴുതിപ്പിച്ച് വരച്ചിട്ട് ഞാൻ അതിൽ നോക്കി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ജസ്റ്റ് തയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ, ഇങ്ങനെ തയ്ച്ചു പോകാൻ മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് വേറെ അതിലൊരു പരിപാടി എനിക്കറിയില്ല കേട്ടോ. പക്ഷേ യൂട്യൂബിൽ നോക്കി എന്തെങ്കിലുമൊക്കെ പഠിച്ച് കുഞ്ഞു പെണ്ണിന് ഉടുപ്പ് തയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ എന്തിനാ മടി പിടിച്ചോ അല്ലെങ്കിൽ പേടി കൊണ്ടോ അറിയില്ല എന്നുള്ള റീസൺ കൊണ്ടോ മാറ്റി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കറിയാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മുടെ സന്തോഷവും നമ്മുടെ ഹാപ്പിനെസ്സും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ എന്ത് ആലോചിക്കണം അല്ലേ? എനിക്ക് തീരെ അറിയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ നോക്കാറ്. പ്രൊഫഷണലി ഞാനൊരു നേഴ്സാണെങ്കിലും ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യണം എന്ന് വിചാരിച്ച് പലതും ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാറുണ്ട്. ഒന്നിലും എല്ലാം നമ്മുടെ കൈ വെച്ച് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പലതും ചെയ്യുന്നത്. ഈ ചാനൽ പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഒരു ഗുണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഗുണം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കേട്ടിട്ടില്ലേ, കലാകാരന്മാർക്ക് പൈസ മാത്രമല്ല കല, അവർക്ക് അത് അവരുടെ ജീവിതം സന്തോഷവും എല്ലാമാണ്. ഞാനൊരു വലിയ കലാകാരിയാണെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ആ കഴിവിനെ നമ്മളായിട്ട് തന്നെ എൻകറേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെറുപ്പം മുതൽ എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് എൻ്റെതായ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി വേണമെന്നുള്ളത് ചെറുപ്പം തൊട്ടേയുള്ള എൻ്റെ ആഗ്രഹമാണ്. അത് ഞാൻ പലതരത്തിലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയില്ല. എന്നെ അറിയാവുന്ന 2-3 പേർക്കൊക്കെ അറിയുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. എനിക്ക് ജോലിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം നൽകുന്നത് എനിക്ക് എൻ്റെതായ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും അറിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് മനസ്സിലെപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ചിലപ്പോൾ അതോർത്ത് സങ്കടപ്പെടും. സങ്കടം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പരാതി പറയുമ്പോൾ സമാധാനിപ്പിക്കാൻ നമ്മുടെ കൂടെ ആളുണ്ടല്ലോ. ആ സമാധാനത്തിൽ എന്തും പറയാമെന്നുള്ള ഫ്രീഡം ഞാൻ എടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു, അതെല്ലാം തയ്ച്ചു വെച്ചു. അവസാനം ഒരു അന്നൂസ് തയ്ച്ച് കടിച്ചു പിടിച്ച് നിന്നു കേട്ടോ. അവൾക്ക് വലിയ ഇഷ്ടമാണ് കുക്കുമ്പർ. അങ്ങനെ ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് പൂർത്തിയായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഒരു അപേക്ഷയുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ വീണ്ടും കാണാൻ സപ്പോർട്ട് ചെയ്യണേ.